നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് കാറ്റാടി. നാട്യാഞ്ജലിയുടെ 1-ാം വാർഷികമായ നാട്യധ്വനി എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ശ്രീപ്രഭ നാരായണൻ ഇദ്ദേഹമാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. എൻ്റെ പ്രിയ സുഹൃത്ത് ഗിരീഷ് തിരുമേനിയുടെ വൈഫാണ്. വൈകുന്നേരം ഒരു 4:30 കൂടിയാണ് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ വണ്ടിയിൽ വെട്ടിക്കോല വരെ എത്തി. അതിനുശേഷം നമ്മുടെ പ്രിയ ഡയറക്ടറും ആക്ടറുമായ ശ്രീജിത്ത് ബാബുവിൻ്റെ വണ്ടിയിലാണ് ഞാൻ തിരിച്ചങ്ങോട്ട് പോയത്. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഈ ഫംഗ്ഷന് വേണ്ടി പോകുന്നത്. ഇത് ഓയൂർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് കാറ്റാടി എന്ന് പറയുന്ന സ്ഥലം. ഞാനും ശ്രീജിത്തിൻ്റെ സുഹൃത്ത് രതീഷും ശ്രീജിത്തിൻ്റെ ബ്രദർ രഞ്ജിത്തും കൂടിയാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എത്തിയത്. ഞങ്ങൾ ഏകദേശം 4 മണിയോട് കൂടി അവിടെ എത്തി. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഗിരീഷ് തിരുമേനി ഞങ്ങളെ സ്വീകരിച്ചു. നല്ലൊരു വേദിയായിരുന്നു കേട്ടോ. നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് വരാൻ കാരണം എൻ്റെ സുഹൃത്ത് നിസാറാണ്. നിസാറും ഞാനും കൂടി തമ്പാച്ചി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം എൻ്റെ സുഹൃത്ത് മനോജ് ടി യാദവ് സംവിധാനം ചെയ്ത സിനിമയാണ് തമ്പാച്ചി. ഇപ്പം നമ്മുടെ മനോരമ മാക്സിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ കാണാത്തവരെ കൊണ്ട് കാണണം കേട്ടോ. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയൊരു സിനിമയാണ്. അതിനുശേഷം അവിടെ ഞങ്ങൾ ഈശ്വര പ്രവർത്തനയോട് കൂടി നാട്യധ്വനിയുടെ ആ പ്രോഗ്രാം കൂടെ ആരംഭിച്ചു. നല്ലൊരു സദസ്സായിരുന്നു കേട്ടോ. ഒരുപാട് അമ്മമാരും കുട്ടികളും എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. നിറഞ്ഞൊരു സദസ്സായിരുന്നു. ഇത് ഗിരീഷ് തിരുമേനിയുടെ അച്ഛനാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ ആരംഭിച്ചു. വളരെ സന്തോഷം തോന്നി. വളരെ നല്ലൊരു വേദിയായിരുന്നു കേട്ടോ. ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ, കലാകാരന്മാർ, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ തന്നെ ഒരുപാട് പൂജകളൊക്കെ ചെയ്യുന്ന തിരുമേനിമാരൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ ഡാൻസ് മാത്രമല്ല, അതായത് കഥകളി, അതുപോലെ തന്നെ ചെണ്ടമേളം, സിനിമാറ്റിക് ഡാൻസ് എന്ന് വേണ്ട എല്ലാ കലാവിരുന്നുകളും പഠിപ്പിക്കുന്നൊരു സ്കൂളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ശ്രീപ്രഭ നാരായണൻ. ഇവരുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനം ഇത്രയും നല്ല ഉയർന്ന നിലയിലേക്ക് പോകുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായ ഗിരീഷ് തിരുമേനിയുടെ എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് അത് മനസ്സിലായത്. കാരണം 10-60ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി. ഇത്രയും നല്ലൊരു ഒരു പ്രസ്ഥാനത്തിൽ, ഒരു സരസ്വതി വിദ്യാലയത്തിൽ ചെന്ന് നമുക്കൊരു തിരി കൊടുത്താൻ പറ്റുക എന്നുള്ളത് ഒരു കലാകാരൻ എന്ന നിലയിൽ അഭിമാനമാണ്, സന്തോഷമാണ്. ഞാനും ശ്രീത്തും ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരിയൊക്കെ കൊളുത്തി. പിന്നെ വിശിഷ്ടാതിഥികളെല്ലാം കൂടി ചേർന്ന് ഈ ഒരു ചടങ്ങ് ഗംഭീരമാക്കി. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ വേദിയും. ഈ പ്രോഗ്രാമിന് ശേഷം അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ, കുട്ടികളുടെ എല്ലാം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 2 വാക്ക് സംസാരിച്ച് തോനെ സംസാരിച്ചില്ല. കാരണം ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ വൈകുന്നതോറും കുട്ടികളുടെ കലാപരിപാടികൾ വൈകും. കുഞ്ഞുങ്ങളെല്ലാം മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അല്പസമയം സംസാരിച്ചു. നാട്യധ്വനിക്ക്, അവരുടെ പ്രോഗ്രാമായ നാട്യധ്വനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. നാട്യാഞ്ജലിയുടെ നാട്യധ്വനി 1-ാം വാർഷികമാണ് കേട്ടോ അവരുടെ. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ഒരു സരസ്വതി വിദ്യാലയം ഉയരട്ടെ. അതിനുശേഷം ഗിരീഷ് തിരുമേനിയുടെ പിതാവ് എനിക്ക് പൊന്നോടയൊക്കെ അണിയിച്ചു. വളരെ ഭാഗ്യമാണ്. ആ ഒരു വലിയ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊന്നോട മേടിക്കാൻ പറ്റി. അതിനുശേഷം ടീച്ചർ എനിക്കൊരു മൊമെൻ്റോ, വളരെ മനോഹരമായൊരു മൊമെൻ്റൊക്കെ നൽകുകയുണ്ടായി. ശ്രീജിത്തിനെയും പൊന്നോട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. അപ്പോൾ മഹനീയമായ ചടങ്ങ് ഏകദേശം ഒരു 5:30 കൂടി അവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞു. അതായത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ കുറച്ച് പേരോട് സംസാരിക്കാനുണ്ടായിരുന്നു. അല്പം സമയം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അവിടെ മനോഹരമായ അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു. സദ്യ അതായത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. കാരണം ലേറ്റാവേണ്ട, നേരത്തെ വീട്ടിൽ പോകണം. അതുകൊണ്ട് അവരോടെല്ലാം യാത്ര പറഞ്ഞു. അല്പസമയം കൂടി വേദിയിലിരുന്നു. ഇത്രയും നല്ലൊരു ചടങ്ങിന് എന്നെയും ശ്രീധനെയും വിളിച്ച നാട്യാഞ്ജലിയിലെ ടീച്ചറിനോടും ഗിരീഷ് തിരുമേനിയോടും, അതുപോലെ തന്നെ എൻ്റെ ട്രസ്റ്റ് അംഗങ്ങളോടും, നല്ലവരായ നാട്ടുകാരോടും കുഞ്ഞുങ്ങളോടൊക്കെയുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ വെട്ടിക്കോടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു ഫോട്ടോയുടെയൊക്കെ എടുത്തു. ടീച്ചറുമായിട്ടും തിരുമേനിയായിട്ടും ശ്രീത്തും ഞാനും ശ്രീത്തും ചേട്ടനും രതീഷ് എല്ലാവരും കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. നാസർ ബ്രോയും ഉണ്ടായിരുന്നു. ഇതാണ് നാസർ. അതിനുശേഷം
അവരോടൊപ്പം യാത്രയൊക്കെ പറഞ്ഞ് നല്ലൊരു ശില്പമാണ് എനിക്ക് കിട്ടിയത്. അവരോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.